അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞാൻ അമീർ ഒതുക്കുങ്ങലാണ് സംസാരിക്കുന്നത്. നമ്മുടെ ആദർശ സഹോദരനായ ഷംസുദ്ദീൻ പാലത്ത് ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ജില്ലയിലെ കാരാപ്പറമ്പിൽ വെച്ച് നടത്തിയ ഷേഖ് സ്വാലിഹ് ഫൗസാന്റെ വലാഉം ബറാഉം എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കി അദ്ദേഹം നടത്തിയ ഒരു ക്ലാസ് 2 വർഷങ്ങൾക്ക് ശേഷം വിവാദമായ ഒരു പശ്ചാത്തലമാണല്ലോ ഇപ്പോഴുള്ളത്. ഇസ്ലാമിന്റെ ശത്രുക്കളായി നമ്മൾ കരുതുന്ന ചില ആളുകൾ ആ പ്രസംഗത്തിലെ ചില ഭാഗങ്ങളെടുത്ത് തെറ്റിദ്ധരിപ്പിച്ച് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയാത്ത ചില കാര്യങ്ങൾ പൊലിപ്പിച്ചു കാണിച്ചുകൊണ്ട് അമുസ്ലിങ്ങളെ കണ്ടാൽ ചിരിക്കരുത് എന്ന് പറഞ്ഞു എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ പ്രസംഗം വിവാദമാക്കിയ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹം തന്നെ തന്റെ പ്രസംഗത്തിൽ താൻ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് വിശദീകരിക്കുകയുണ്ടായി. അമുസ്ലിങ്ങളോട് ചിരിക്കരുത് എന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നും, മറിച്ച് അമുസ്ലിങ്ങളാണെങ്കിലും അവരോട് നീതി കാണിക്കണം, അവർ പട്ടിണി കിടന്നാൽ അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവര് പാവപ്പെട്ട ആളുകളുടെ സഹായിക്കണം, അവരോട് അനീതി ചെയ്യരുത്, അവരെ ആക്രമിക്കരുത്, അവരെ അന്യായമായി വധിച്ചു കളഞ്ഞാൽ അവർക്ക് സ്വർഗത്തിന്റെ വാസന പോലും ലഭിക്കുകയില്ല എന്നെല്ലാം അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ ഉദ്ധരിച്ചത് അദ്ദേഹം തന്നെ ഈ വിവാദ പശ്ചാത്തലത്തിൽ ഓർമ്മിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ നടത്തുന്ന ഈ കുപ്രചാരണ വേലകളിൽ വസ്തുതകൾ മനസ്സിലാക്കാതെ അദ്ദേഹത്തിന്റെ വിശദീകരണം പരിഗണിക്കാതെ ഇസ്ലാമിക ശത്രുക്കൾ എന്താഗ്രഹിക്കുന്നുവോ അത് പൊടിപ്പും തൊങ്ങലും വെച്ച് ഏറ്റുപാടുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ ദഅ്വാ സമിതിയുടെ പണ്ഡിതന്മാർ എത്തിപ്പെട്ട ഖേദകരമായ ഒരു സാഹചര്യമുണ്ടായി. ഇസ്ലാമിക ശത്രുക്കൾ അദ്ദേഹത്തിനെതിരെ ആരോപിച്ചതിനേക്കാൾ ഒരു പടി കൂടി മുൻകടന്ന് അമുസ്ലിമിനെ കണ്ടാൽ ചിരിക്കാൻ പാടില്ല, അമുസ്ലിമിന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, അമുസ്ലിമിനോട് സംസാരിക്കാൻ പാടില്ല, അമുസ്ലിമിനോട് അനീതി ചെയ്യണം, അമുസ്ലിമിന്റെ വാഹനം കണ്ടാൽ റോഡ് സൈഡിൽ വാഹനത്തെ തട്ടിക്കണം എന്ന രീതിയിൽ പ്രസംഗിച്ചു എന്നെല്ലാം പറഞ്ഞ് ദഅ്വാ സമിതിയുടെ പ്രഭാഷകരായ ഫൈസൽ മുസ്ലിയാർ, ഷമീർ മദീനി, ടി കെ അഷ്റഫിനെ പോലെയുള്ള ആളുകൾ കേരളമൊട്ടാകെ കൊണ്ടുപിടിച്ച കുപ്രചരണങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലക്ക്, അവരുടെ കൂടെ കുറച്ചുകാലമെങ്കിലും പ്രവർത്തിച്ച ഒരാൾ എന്നുള്ള നിലക്ക് ന്യായമായ ചില ചോദ്യങ്ങളും സംശയങ്ങളും ചോദിക്കാനാണ് ഞാൻ എന്റെ ഈ സംസാരം ഉപയോഗപ്പെടുത്തുന്നത്. ഷംസുദ്ദീൻ പാലത്തിന്റെ പ്രസംഗം വിവാദമായ പശ്ചാത്തലത്തിൽ കേരളത്തിൽ അദ്ദേഹം ഇത് പ്രസംഗിക്കുന്നതിന്റെ എത്രയോ മുൻപ് ഇതേ വിഷയം പ്രസംഗിച്ച അബൂബക്കർ സലഫിയുടെ പ്രസംഗം നിലവിലുണ്ട്. അത് നാമെല്ലാം കേൾക്കുകയുണ്ടായി. അതുപോലെ ദഅ്വാ സമിതിയുടെ കൂടെ നിൽക്കുന്ന ഗൾഫിൽ ദായിയായി ജോലി ചെയ്യുന്ന അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനി ഇതേ ഷേഖ് സ്വാലിഹ് ഫൗസാന്റെ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് എഴുതിയ വലാഉ ബറാഉ എന്ന പുസ്തകവും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അപ്പോൾ ഷംസുദ്ദീൻ പാലത്ത് രാജ്യദ്രോഹപരമായി സംസാരിച്ചു എന്നും ബഹുസ്വര സമൂഹത്തിൽ അസഹിഷ്ണുതയുണ്ടാക്കുന്ന രൂപത്തിൽ സംസാരിച്ചു എന്നും കുപ്രചരണം നടത്തി അദ്ദേഹം പറയാത്ത, അദ്ദേഹം വിചാരിക്കാത്ത, അദ്ദേഹം ഉദ്ദേശിക്കാത്ത പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിച്ച് കേരളമൊട്ടാകെ കുപ്രചരണം നടത്തുന്ന ദഅ്വാ സമിതിയുടെ പ്രഭാഷകരായ ഫൈസൽ മുസ്ലിയാരോടും ടി കെ അഷ്റഫിനോടും ഷമീർ മദീനിയോടും ചില ചോദ്യങ്ങൾ അബ്ദുൽ ജബ്ബാർ മദീനിയുടെ പുസ്തകം മുന്നിൽ വെച്ചുകൊണ്ട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അബ്ദുൽ ജബ്ബാർ അബ്ദുള്ളയുടെ പുസ്തകത്തിൽ പേജ് 9 കാണുന്നു, ലോകത്തെ മുഴുവൻ നിരർത്ഥകങ്ങളെയും അതിന്റെ ആളുകളെയും വെറുക്കുക, ഒഴിയുക എന്നതാണ് ബറാഇന്റെ ആശയതലം. എന്റെ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം, ഈ ആശയം ദഅ്വാ സമിതിയുടെ പണ്ഡിതന്മാരും പ്രഭാഷകരും അംഗീകരിക്കുന്നുണ്ടോ? ലോകത്തെ മുഴുവൻ നിരർത്ഥകങ്ങളെയും അതിന്റെ ആളുകളെയും വെറുക്കുക എന്ന് പറയുമ്പോൾ കുഫറിന്റെ ആളുകളെയും ഷിർക്കിന്റെ ആളുകളെയും നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിന്റെ ആളുകളെയും എല്ലാം വെറുക്കണമെന്നാണല്ലോ അതിന്റെ ആശയം. ഈ ആശയം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള എഴുതിയ ഈ ആശയം ഇന്ത്യയെപ്പോലുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ പറയാൻ പറ്റുന്ന ആശയമാണോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ എതിർക്കുന്നില്ല? അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ 13-ാം പേജിൽ കാണുന്നു, ഇസ്ലാമിന്റെ ആദർശം മുറുകെ പിടിക്കുന്ന ഓരോ മുസ്ലിമും
ആദർശ ബന്ധുക്കളെ സ്നേഹിക്കുക എന്നതും ആദർശ ശത്രുക്കളെ വെറുക്കുക എന്നതും ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ടതാണ്. അതിനാൽ തന്നെ ഒരു മുസ്ലിം തൗഹീദിന്റെയും ഇഖ്ലാസിന്റെയും വക്താക്കളെ സ്നേഹിക്കുകയും അവരോട് മൈത്രി വെച്ച് പുലർത്തുകയും വേണം. ഷിർക്കിന്റെ വക്താക്കളെ വെറുക്കുകയും അവരെ ശത്രുവായി കാണുകയും വേണം. ചോദ്യം 2. അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള എഴുതിയ ഈ ആശയം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഷിർക്കിന്റെ വക്താക്കളെ വെറുക്കുകയും അവരെ ശത്രുവായി കാണുകയും വേണം എന്ന് അദ്ദേഹം എഴുതുമ്പോൾ നിങ്ങൾ ഷിർക്കിന്റെ വക്താക്കളെ വെറുക്കുന്നുണ്ടോ? അത്തരക്കാരെ ശത്രുക്കളായി കാണുന്നുണ്ടോ? എന്തടിസ്ഥാനത്തിലാണ് ഷിർക്കിന്റെയും കുഫറിന്റെയും വക്താക്കളെ നിങ്ങൾ നിങ്ങളുടെ വേദികളിൽ കൊണ്ടുവന്ന് ആദരിക്കുന്നത്? അപ്പൊ ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ പറഞ്ഞ ഈ വിഷയം, അത് പരിഭാഷപ്പെടുത്തിയ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ളയുടെ ഈ വിഷയം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ, തള്ളിക്കളയുന്നുണ്ടോ? അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശംസുദ്ദീൻ പാലത്തിനെതിരെ കുപ്രചരണം നടത്തുന്നതിൽ എന്തർത്ഥമാണുള്ളത്? നിങ്ങളത് അംഗീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ളക്കും മറുപടി പറയേണ്ടതല്ലേ? അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ 15-ാം പേജിൽ കാണുന്നു, ചില പ്രബോധകന്മാർ ശത്രുക്കളായ നസാറാക്കളെ വരെ നമ്മുടെ സഹോദരന്മാരെ ഇന്നഹും യഹ്വാനുന എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നത് ഈയിടെ ഞാൻ കേൾക്കുകയുണ്ടായി. എത്ര അപകടകരമായ പദപ്രയോഗമാണത്? ചോദ്യം 3. ഇവിടെ ഇസ്ലാമിന്റെ ശത്രുക്കളായി അറിയപ്പെടുന്ന സംഘപരിവാറിന്റെ നേതാക്കളെ പോലും സ്റ്റേജിൽ കൊണ്ടുവരികയും ഗസ്റ്റ് റൂമിൽ ആദരിച്ചിരുത്തുകയും അവർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുക്കുകയും അവരെ സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ എന്ന് വിളിച്ച് ആദരിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ സമ്പ്രദായം ഈ പറഞ്ഞ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള എഴുതിയ വാചകത്തിന് എതിരല്ലേ? അല്ലെങ്കിൽ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള എഴുതിയ ഈ വാചകം ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ പറയാൻ പാടില്ലാത്തതാണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അബ്ദുൽ ജബ്ബാർ അബ്ദുള്ളയെ എതിർക്കുന്നില്ല? അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ 19-ാം പേജിൽ കാണുന്നു, അവിശ്വാസികൾക്കിടയിൽ താമസിക്കുമ്പോൾ ആദർശം പണയപ്പെടുത്തേണ്ടി വരുമെന്ന അവസ്ഥയുണ്ടായാൽ തന്റെ ദീനിനെ സംരക്ഷിക്കാൻ വിശ്വാസികൾക്കിടയിൽ മാറി താമസിക്കലാണ് ഹിജ്റ. ഹിജ്റയിലൂടെ ലക്ഷ്യമാക്കേണ്ടതും ആദർശ സംരക്ഷണമാണ്. പ്രസ്തുത ലക്ഷ്യത്തിനു വേണ്ടി ഹിജ്റ പോകൽ മുസ്ലിമിന് നിർബന്ധമാണ്. തന്റെ ദീൻ ബലി നൽകേണ്ടി വന്നിട്ടും അവിശ്വാസികൾക്കിടയിൽ ഒരാൾ കഴിയുന്നുവെങ്കിൽ ആ ആദർശ ശത്രുക്കളായ അവിശ്വാസികളോടുള്ള മുവാലാത്താണ് അത് അറിയിക്കുന്നത്. ഇവിടെയാണ് ഹിജ്റക്ക് സാധ്യമാണെങ്കിൽ അവിശ്വാസികൾക്കിടയിൽ താമസിക്കുന്നതിന് അള്ളാഹു നിഷിദ്ധമാക്കിയത്. ചോദ്യം 4. ഈ വാദം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ദീനനുസരിച്ച് ജീവിക്കുവാൻ പറ്റാത്തൊരു സാഹചര്യം ഇവിടെ ഉണ്ടായാൽ ഹിജ്റ പോകണം എന്ന വാദത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഹിജ്റ അസ്തമിച്ചിട്ടുണ്ടോ? ഹിജ്റ ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റിയൊരു സാഹചര്യമില്ലെങ്കിൽ ഹിജ്റ പോകണം എന്ന വാദം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ എന്താണ് ശംസുദ്ദീൻ പാലത്ത് പറഞ്ഞത്? അബ്ദുൽ ജബ്ബാർ അബ്ദുള്ളയുടെ പുസ്തകത്തിൽ 19-ാം പേജിൽ തന്നെ കാണുന്നു, ചികിത്സ, കച്ചവടം, അവിശ്വാസികളുടെ നാടുകളിലേക്ക് യാത്ര ചെയ്താൽ മാത്രം ലഭിക്കുന്ന ഉപകാരപ്രദമായ വിദ്യാഭ്യാസം എന്നീ നിർബന്ധ സന്ദർഭങ്ങളിലല്ലാതെ ശത്രുവിന്റെ നാട്ടിലേക്ക് യാത്ര പാടുള്ളതല്ല. ആവശ്യാനുസരണം മാത്രമാണ് പ്രസ്തുത യാത്ര. അപ്പോൾ ചികിത്സ, കച്ചവടം, അവിശ്വാസികളുടെ നാടുകളിലേക്ക് യാത്ര ചെയ്താൽ മാത്രം ലഭിക്കുന്ന ഉപകാരപ്രദമായ വിദ്യാഭ്യാസം എന്നിവയ്ക്ക് മാത്രമേ ശത്രുവിന്റെ നാടുകളിലേക്ക് യാത്ര പോകാൻ പാടുള്ളൂ എന്ന് അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള എഴുതുന്നു. ഇതിൽ കൂടുതൽ, എന്റെ ചോദ്യം 5, ഇതിൽ കൂടുതൽ എന്താണ് ശംസുദ്ദീൻ പാലത്ത് പറഞ്ഞത്? ചികിത്സക്ക് പോലും മറ്റ് കുഫറിന്റെ രാജ്യങ്ങളിലേക്ക് പോകാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് ഫൈസൽ മുസ്ലിയാർ ആരോപിക്കുന്നു. ശംസുദ്ദീൻ പാലത്ത് എവിടെയാണത് പറഞ്ഞത്? പറഞ്ഞിട്ടില്ലെങ്കിൽ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള എഴുതിയ ഈ വാചകം ശരിയാണെങ്കിൽ ഇതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അബ്ദുൽ ജബ്ബാർ അബ്ദുള്ളയുടെ പുസ്തകത്തിലെ പേജ് 22 പറയുന്നു, ഉപരിസൂചിത തെളിവുകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് മുസ്ലിങ്ങളുടെ അവസ്ഥകളും രഹസ്യങ്ങളും അടുത്തറിയുകയും മുസ്ലിങ്ങൾക്കിതിൽ തന്ത്രം മെനഞ്ഞ് ഉപദ്രവം വരുത്തുകയും ചെയ്യും വിധം അമുസ്ലിങ്ങളെ ജോലിക്ക് നിശ്ചയിക്കൽ നിഷിദ്ധമാണ്. ഈ കാലഘട്ടത്തിൽ മുസ്ലിം നാടുകളിലേക്കും വീടുകളിലേക്കും വീട്ടുജോലിക്കാരായും ഡ്രൈവർമാരായും വീടുകളിൽ പരിചാരകരായും കൊണ്ടുവരപ്പെടുന്ന അവിശ്വാസികൾ ഈ ഗണത്തിലാണ്. മുസ്ലിം വീടുകളിൽ കുടുംബങ്ങളോട് ഇടപഴകിയും പരിചാരകരായും കണ്ടുവരുന്ന ഡ്രൈവർമാരും മറ്റു ജോലിക്കാരും ഇപ്രകാരം തന്നെ. ചോദ്യം 6. അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള എഴുതിയ ഈ വാചകം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ശംസുദ്ദീൻ പാലത്തിനെ എതിർത്തത്? ഇതിൽ കൂടുതൽ എന്താണ് അദ്ദേഹം പറഞ്ഞത്? അബ്ദുൽ ജബ്ബാർ അബ്ദുള്ളയുടെ പുസ്തകത്തിൽ, ആ പുസ്തകത്തിന്റെ പേജ് 27 പറയുന്നു, ദീൻ ബലി നൽകേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ തങ്ങളുടെ ആദർശം സംരക്ഷിക്കുവാൻ അവിശ്വാസികളുടെ നാടുകളിൽ നിന്ന് മുസ്ലിം നാടുകളിലേക്ക് പലായനം ചെയ്യുന്നതിനാണ് ഹിജ്റ എന്ന് പറയുന്നത്. ഈ അർത്ഥത്തിലാണ് ഹിജ്റ.
ഉപരിസൂചിത ലക്ഷ്യത്തിനായി ഹിജ്റ പോകൽ നിർബന്ധവും ഖിയാമത്ത് നാളിന്റെ അടയാളമായ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതുവരെ ഹിജ്റ നിലനിൽക്കുന്നതുമാണ്. ഇതേ ആശയം തന്നെ അബൂബക്കർ സലഫി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പണ്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. ചോദ്യം നമ്പർ 7, ഈ പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഹിജ്റ അസ്തമിച്ചു എന്നാണോ നിങ്ങളുടെ വാദം? ഇതിൽ കൂടുതൽ ദീൻ സംരക്ഷിച്ച് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടായാൽ ഹിജ്റ പോകണം എന്ന് പറയുമ്പോൾ ഇതിൽ കൂടുതൽ എന്താണ് ഷംസുദ്ദീൻ പാലത്ത് പറഞ്ഞത്? ഈ ഇന്ത്യയിൽ നിന്നും മുസ്ലിങ്ങളെല്ലാവരും ഉടനെ തന്നെ ഹിജ്റ പോകണമെന്നോ അല്ലെങ്കിൽ ഇവിടെ ഹിജ്റ നിർബന്ധമാണെന്നോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? അബ്ദുൽ ജബ്ബാർ അബ്ദുള്ളയുടെ പുസ്തകത്തിന്റെ 40-ാമത്തെ പേജിൽ കാണുന്നു, അവിശ്വാസികൾ, ബഹുദൈവ വിശ്വാസികൾ, കപട വിശ്വാസികൾ, മതപരിത്യാഗികൾ, നിരീശ്വരവാദികൾ തുടങ്ങിയ വിവിധ വർഗങ്ങളോട് തികഞ്ഞ വിദ്വേഷം വെച്ചു പുലർത്തേണ്ടതുണ്ട്. ചോദ്യം നമ്പർ 8, ഇത്തരം ഈ വാചകം അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള എഴുതിയ ഈ വാചകം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇന്ത്യയെ പോലുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ പറയാൻ പാടില്ലാത്ത വാചകമാണോ അത്? ആണെങ്കിൽ എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തിന്റെ ഷെയ്ഖ് സ്വാലിഹ് ഫൗസാന്റെ ഈ പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്? അവിശ്വാസികളെയും ബഹുദൈവ വിശ്വാസികളോടും കപട വിശ്വാസികളോടും മതപരിത്യാഗികൾ, നിരീശ്വരവാദികൾ തുടങ്ങിയ വിവിധ വർഗങ്ങളോട് തികഞ്ഞ വിദ്വേഷം വെച്ച് പുലർത്തണമെന്ന് അദ്ദേഹം പറയുമ്പോൾ അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ അത്തരക്കാരോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നുണ്ടോ? ഇത്തരം ആളുകളെ നിങ്ങൾ നിങ്ങളുടെ വേദിയിൽ കൊണ്ടുവന്ന് ആദരിക്കുകയും നിങ്ങളുടെ ദഅ്വാ പരിപാടികൾ ഉദ്ഘാടനം നിർവഹിക്കാൻ അവരെ ഏൽപ്പിക്കുക ചെയ്യുന്നു. അപ്പോൾ ഈ വിഷയം ഇത് ഇന്ത്യയെ പോലുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ പറയാൻ പാടില്ലാത്തതാണ് എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ളക്ക് നിങ്ങൾ മറുപടി പറയേണ്ടതല്ലേ? അതിനു പകരം ഇതേ വിഷയങ്ങൾ പറഞ്ഞ അല്ലെങ്കിൽ ഇത്ര പോലും പറയാത്ത ഷംസുദ്ദീൻ പാലത്തിനെതിരെ നിങ്ങൾ കാടിളക്കി പ്രചരണം നടത്തുന്നതിന്റെ നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളും താൽപര്യങ്ങളും എന്താണ്? ഈ കാര്യങ്ങൾക്ക് എന്റെ സഹപ്രവർത്തകരായിരുന്ന ഒരു കാലത്ത് ഞാൻ സ്നേഹിച്ചിരുന്ന ഫൈസൽ മുസ്ലിയാരും ഷമീർ മദീനിയും ടി കെ അഷ്റഫും മറുപടി പറയേണ്ടതാണ്. കാരണം തങ്ങളുടെ വേദികൾ ഉപയോഗിച്ച്, സംഘടനാ ചാനലുകൾ ഉപയോഗിച്ച് കേരളം മുഴുക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ ഷംസുദ്ദീൻ പാലത്ത് ഉദ്ദേശിക്കാത്ത, പറയാത്ത വാചകങ്ങൾ അദ്ദേഹത്തിന്റെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഈ കൂട്ടർ പ്രചരണം നടത്തിയതിന്റെ ഫലമായി ഇപ്പോൾ ആ പ്രചരണത്തിന്റെ കൂടി ഫലമായി അദ്ദേഹത്തിനെതിരെ UAPA ചുമത്താൻ പോകുന്ന അല്ലെങ്കിൽ ചുമത്തണമെന്നാവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഇവരുടെ ഈ പ്രചാരണം മൂലം അദ്ദേഹത്തിനെതിരെ ഇവിടെ ഏതെങ്കിലും രീതിയിൽ അദ്ദേഹം കൽത്തുറങ്കിൽ അടക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടായാൽ ഫൈസൽ മുസ്ലിയാരോടും ടി കെ അഷ്റഫിനോടും ഷമീർ മദീനിയോടും എനിക്ക് പറയാനുള്ളത് അതിന്റെ തിക്തഫലം നിങ്ങൾ ഈ ഭൂമിയിൽ നിന്നും അനുഭവിക്കാതെ പോവുകയില്ല എന്നാണ്. കാരണം തൗഹീദിനു വേണ്ടി പ്രചാരണം നടത്തുന്ന കാലം എത്രയായി തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ തന്റെ തൂലികയും നാവും ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാന്യ സഹോദരനെ തീവ്രവാദിയാക്കുന്ന, ISന്റെ ആളാക്കി മാറ്റുന്ന, അവൻ അസഹിഷ്ണുത പ്രചരിപ്പിക്കുന്ന ആളാക്കി മാറ്റുന്ന നിങ്ങളുടെ ഈ കുപ്രചരണം ഇതെല്ലാം അള്ളാഹു കാണുന്നുണ്ട്. നിങ്ങളുടെ സംഘടനക്കും മുകളിലാണ് അള്ളാഹു. ആ അള്ളാഹു നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും എന്ന് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. നിങ്ങൾ ആണത്തമുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ആദർശം നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് പ്രചരിപ്പിക്കുന്നത് എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതാണ്. അബ്ദുൽ ജബ്ബാർ അബ്ദുള്ളയുടെ പുസ്തകം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അദ്ദേഹം രാജ്യദ്രോഹിയാണ്, അദ്ദേഹം ഇന്ത്യയിൽ അസഹിഷ്ണുത വളർത്തുന്ന രീതിയിൽ പുസ്തകം എഴുതിയ ആളാണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? ഉണ്ടെങ്കിൽ അത് തുറന്നു പറയുക. അല്ലെങ്കിൽ നിങ്ങൾ ഷംസുദ്ദീൻ പാലത്തിനെതിരെ നടത്തുന്ന ഈ കള്ളപ്രചരണങ്ങളിൽ നിന്നും നിങ്ങൾ അള്ളാഹുവിനെ പേടിയുണ്ടെങ്കിൽ നിങ്ങൾ പിന്മാറണം. അതിൽ നിങ്ങൾ തൗബ ചെയ്യണം, മാപ്പ് ചോദിക്കണമെന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.